Hello guys, welcome back to my channel G Sports Official. So Mohan Bagan Super Giants versus Kerala Blasters get another loss from Kerala Blasters. മറ്റൊരു അവേ മത്സരം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ 3-2 എന്ന സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ രണ്ട് ടീമിൻ്റെ ഭാഗത്തുനിന്നും, മോഹൻ ബഗാൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും നിരവധി അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. പല അവസരങ്ങളും ഈ കേരള ബ്ലാസ്റ്റേഴ്സിന് പല അവസരങ്ങളും ലഭിച്ചിരുന്നു. പല അവസരങ്ങൾ ലഭിച്ചെങ്കിൽ കൂടിയും അതൊന്നും വേണ്ടവണ്ണം മുതലാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് താരം ജീസസ് ജിമിനസിനെ നിരവധി അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും അതൊക്കെ ക്രോസ് ബാറിൽ തട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എനിക്ക് ഈ മത്സരം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മത്സരം പരാജയപ്പെട്ടുവെങ്കിലും വളരെ ഒരു പോസിറ്റീവായ ഒരു പ്ലേയിങ് സ്റ്റൈലാണ് ഈ മത്സരത്തിൽ കണ്ടത്. അതായത് ഒരു ജയിക്കണം എന്നൊരു വാശിയോട് കൂടി കളിക്കുന്ന ഒരു ടീമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്കറിയാം, അവരുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരം തന്നെ വളരെ മികച്ച താരങ്ങളുള്ള ഒരു ടീം തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. അതിനൊന്നും പേടിക്കാതെ ഒരു പരിധി വരെ തങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട താരമാണ് അഡ്രിയാൻ ലൂണ പതിയെ തന്റെ ഫോമിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച ഈ മത്സരത്തിലും കാണാൻ സാധിച്ചു. ഈ മത്സരത്തിലും നിരവധി അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉറുഗ്വേ താരം അഡ്രിയാൻ ലൂണ സൃഷ്ടിച്ചു കൊടുത്തു. പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡിഫൻസ് ഇതുവരെയും സെറ്റ് ആയിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം നമ്മുടെ താരങ്ങൾ തന്നെ, ഡിഫൻഡേഴ്സ് എന്നല്ല, നമ്മുടെ ടീമിലെ പ്ലേയേഴ്സ് തന്നെ പരസ്പരം ഒരു ധാരണ ഇല്ലാത്ത രീതിയിലാണ് കളിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മളെ ഗോൾ കീപ്പിംഗ് മുതൽ അങ്ങ് ഫോർവേഡ്സ് അറ്റാക്കേഴ്സ് വരെ പലരും ഒരു കോർഡിനേഷൻ ഇല്ലാത്ത രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ നമ്മളൊരു കോർഡിനേഷൻ സെറ്റ് ചെയ്തൊരു നല്ല പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കളിക്കേണ്ട ആവശ്യമുണ്ട്. പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കളിച്ചു പോകേണ്ടത് ഒരു ആവശ്യമുണ്ട്. കാരണം ഇപ്പൊ കുറച്ച് കളി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും നല്ല നിരവധി മത്സരങ്ങൾ വരാനുണ്ട്. ഇനി അടുത്ത മത്സരം മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബുമായിട്ടും അതുപോലെ തന്നെ ജംഷഡ്പൂറുമായിട്ടൊക്കെയാണ് വരുന്നത്. സോ ഈ മത്സരത്തിലുണ്ടായ പിഴവുകളൊന്നും അടുത്ത മത്സരത്തിൽ ആവർത്തിക്കാതെ നല്ല രീതിയിൽ തിരിച്ചു വരണം. സോ ബാക്ക് ടു ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൗണ്ടർ അറ്റാക്കിൽ ഒരു പരിധി വരെ ഭയന്നു എന്ന് വേണം പറയാൻ. കാരണം അവരുടെ കോച്ച്, മോഹൻ ബഗാന്റെ കോച്ച് മൊളീന ഒരു നിമിഷം കളി തന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുമോ എന്ന് തന്നെ ഭയന്നിരുന്നു. കാരണം നമുക്കറിയാം, ക്യാമറ കണ്ണുകൾ മോഹൻ ബഗാൻ കോച്ചിന്റെ മുഖത്തേക്ക് പോകുമ്പോൾ മോഹൻ ബഗാൻ കോച്ചായ മൊളീനയുടെ മുഖത്ത് നമുക്ക് കാണാം ഒരു ഭയം അദ്ദേഹത്തിന്റെ മുഖത്ത് സൃഷ്ടിച്ചെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് സാധിച്ചു. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും അവസാനം ജയമെന്ന ഫാക്ടർ നമ്മൾ കൈവിട്ടു. അത് നമ്മുടെ മിഡ്ഫീൽഡും അതുപോലെ തന്നെ ഡിഫൻസും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മയാണ് എനിക്ക് ഈ മത്സരം കണ്ടപ്പോൾ തോന്നിയത്. കാരണം നമ്മുടെ ഡിഫൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സ് ആയിക്കോട്ടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത പോലെയാണ് ഈ കളി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മിഡ്ഫീൽഡും അതുപോലെ തന്നെ ഡിഫൻസും നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയെങ്കിൽ മാത്രമേ അടുത്ത മത്സരം നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഫോർവേഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഫോർവേഡ് ജീസസ് ജിമിനസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഗാന താരം കോമി പെപ്ര ആയിക്കോട്ടെ, രണ്ടുപേരും നല്ല മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്.
എനിക്ക് തോന്നുന്നു ഈ മിഡും അതുപോലെ തന്നെ ഡിഫൻസും ഒന്ന് സെറ്റ് ആയാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ അതിൽ തന്നെ തീരുന്നതാണ്. കാരണം നമുക്കിപ്പോൾ വലിയ ടീം എന്നൊന്നും അവകാശപ്പെടാൻ ഇല്ലെങ്കിൽ കൂടിയും അത്യാവശ്യം ഡീസന്റ് ആയൊരു ടീം സ്ട്രെങ്ത് നമുക്കുണ്ട്. സോ ഈ ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഈ മോട്ടിവേറ്റ് ചെയ്യണം. അതായത് ഈ കോൺഫിഡൻസ് ഇല്ലാത്ത പ്ലേയേഴ്സിനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് അവരുടെ പെർഫോമൻസ് നല്ല രീതിയിലാക്കേണ്ടത് നമ്മുടെ കോച്ചായ മിക്കാൽ സ്റ്റെയറയുടെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം അടുത്ത മത്സരങ്ങളിലേക്ക് വരുമ്പോൾ താരങ്ങളിൽ നല്ല കോൺഫിഡൻസ് കൊണ്ടുവന്ന് നല്ല പ്രകടനം താരങ്ങളെ കൊണ്ട് കാഴ്ചവെപ്പിക്കുമെന്ന് നമുക്ക് കരുതാം. സോ അത്രയുള്ള കാര്യം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. Till then, bye.